ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നഴ്സിംഗ് ലേണിംഗ് ഡോസ്. ടുഡേ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിനെ പറ്റിയാണ്. നമ്മുടെ ഫോർത്ത് ഇയർ BSc നേഴ്സിംഗ് OB-GYN വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് AUB എന്ന് പറയുന്നത്. മിനിമം ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമ്മൾ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ് ഈ AUB. സോ മൂവിങ് ടു ദ ഡീറ്റെയിൽ വീഡിയോ ഓഫ് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്. എന്താണ് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്? ആദ്യം തന്നെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എനി യൂട്രൈൻ ബ്ലീഡിങ് ഔട്ട്സൈഡ് ദ നോർമൽ വോളിയം, ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നടക്കുന്ന യൂട്രൈൻ ബ്ലീഡിങ്ങിനേക്കാളും കൂടുതലായിട്ടുള്ള, നോർമൽ വോളിയത്തിനേക്കാളും കൂടുതലായിട്ടുള്ള വോളിയം വരിക, അല്ലെ ഡ്യൂറേഷൻ വരിക, അല്ലെ ഫ്രീക്വൻസി വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമൺ കോസസ് നമുക്ക് നോക്കാം. അതിന് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് കോമൺ കോസസിന്. സ്ട്രക്ചറൽ കോസസ് എന്നുമുണ്ട്, അതുപോലെ തന്നെ നോൺ സ്ട്രക്ചറൽ കോസസും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ക്ലാസിഫിക്കേഷനകത്ത് സ്ട്രക്ചറൽ കോസസും ഉണ്ട്, നോൺ സ്ട്രക്ചറൽ കോസസ്. ഈ സ്ട്രക്ചറൽ കോസസിനകത്ത് ഒരു ന്യൂമോണിക്സ് ആണ് പാം എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. പാം എന്താണ്? പാം P ഫോർ പോളിപ്പ്, A ഫോർ അഡിനോമയോസിസ്, L ഫോർ ലിയോമയോമ. ആ ലിയോമയോമ 2 ടൈപ്പ് ഉണ്ട്. സബ് മ്യൂക്കോസൽ മയോമ ഉണ്ട്, അത് അല്ലാത്ത സാധാരണ മയോമാസും ഉണ്ട്. ദെൻ M ഫോർ മാലിഗ്നൻസി ആൻഡ് ഹൈപ്പർപ്ലേഷ്യ. അതാണ് സ്ട്രക്ചറൽ കോസസ്. നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ന്യൂമോണിക്സ് ആണ് പാം. അടുത്താണ് നോൺ സ്ട്രക്ചറൽ കോസസ്. അത് ഓർത്തിരിക്കാനുള്ളതാണ് കോയിൻ എന്നാണ് നമ്മളത് ഓർത്തിരിക്കാൻ ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. C ഫോർ കൊയാക്കുലപ്പതി, O ഫോർ ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ, E ഫോർ എൻഡോമെട്രിയൽ ആൻഡ് I ഫോർ അയോട്രോജനിക് ആൻഡ് N ഫോർ നോട്ട് യെറ്റ് ഐഡൻറ്റിഫൈ. ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അതാണ് കോസസ് എന്ന് പറയുന്നത്. ഈ AUBക്കകത്ത് വരുന്ന കുറച്ച് ടൈപ്സ് ആണ് മെനോർജിയ. മെനോർജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a cyclic bleeding at normal intervals. That bleeding is either excessive in amount or duration. അപ്പം മെനോർജിയ എന്ന് പറയുന്നത് അത് സൈക്ലിക് ബ്ലീഡിങ് തന്നെയായിരിക്കും, നോർമൽ ഇൻ്റർവെൽസ് തന്നെയായിരിക്കും ആ ബ്ലീഡിങ് നടക്കുന്നത്. പക്ഷേ എന്തായിരിക്കും ആ ബ്ലീഡിങ് എന്ന് പറയുന്നത് ഒന്നല്ലേ എക്സസീവ് എമൗണ്ടിൽ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഡ്യൂറേഷനും കൂടുതലായിരിക്കും. ഈ എക്സസീവ് എമൗണ്ട് എന്ന് പറയുമ്പം ഗ്രേറ്റർ ദാൻ 80 ml, 80 ml കൂടുതൽ, അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 7 ദിവസത്തിനേക്കാളും കൂടുതൽ ഡ്യൂറേഷൻ വരുന്നതാണ് മെനോർജിയ എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കോസസ് പറയുകയാണെങ്കിൽ ഓർഗാനിക് കോസസ് ഉണ്ട്, ഫങ്ഷണൽ കോസസ് ഉണ്ട്. ഓർഗാനിക്കിനകത്ത് വരുന്നതാണ് പെൽവിക്. അതിനകത്ത് വരുന്നതാണ് ഫൈബ്രോയിഡ് യൂട്രസ്, അഡിനോമയോസിസ്, IUCD ഇൻ യൂട്രോ, ഗ്രാനുലോസ സെൽ ട്യൂമർ ഓഫ് ദ ഓവറി. ദെൻ വരുന്നതാണ് സിസ്റ്റമിക്. അതിനകത്ത് വരുന്നതാണ് സിറോസിസ്, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, സിവിയർ ഹൈപ്പർ ടെൻഷനൊക്കെ വരുന്നത്. ഇത് നോർമലി നമ്മുടെ എക്സാമിന് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു പോയിൻ്റ് ഔട്ട് ചെയ്താൽ മതി. അടുത്താണ് എൻഡോക്രൈനൽ കോസസ്. അതിനകത്ത് വരുന്ന ഹൈപ്പർ തൈറോയിഡിസം. ദെൻ ഹെമറ്റോളജിക്കൽ കോസസ് ആണ് ത്രോംബോസൈറ്റോപിനിക് പർപ്യൂറ, അതുപോലെ ലുക്കീമിയ, പ്ലേറ്റ്ലെറ്റ് ഡെഫിഷ്യൻസി ഒക്കെ. ദെൻ ഡെഫിഷ്യൻസി ഓഫ് ഡിസ്റ്റർബ്ഡ് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ എൻഡോമെട്രിയൽ ആക്സിസ്. ഇനി ഡയഗ്നോസിസ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ലോങ് ഡ്യൂറേഷൻ ഓഫ് ഫ്ലോ, അതുപോലെ തന്നെ ബിഗ് ക്ലോട്ട്സ്. നമ്മൾ പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുവാണ് പാസേജ് ഓഫ് ബിഗ് ക്ലോട്ട്സ്. അതുപോലെ തന്നെ HB എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ലോ ലെവൽ ഓഫ് HB ആയിരിക്കും. കാരണം എന്തായിരിക്കും? കൂടുതൽ എമൗണ്ടിലുള്ള ഡ്യൂറേഷൻ അല്ലെ കൂടുതൽ എമൗണ്ട് അല്ലെ ഡ്യൂറേഷൻ എന്തായിരിക്കും? ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ HBയും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു കോസ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അഡിനോമയാണോ, അല്ല പോളിപ്പ് കൊണ്ടാണോ, ലിയോമയോമ കൊണ്ടാണോ, അല്ലെന്തെങ്കിലും എൻഡോമെട്രിയൽ കോസ് കൊണ്ടാണ്. അപ്പോൾ എന്താണ് കോസ്, അതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ഹോർമോണൽ തെറാപ്പി ആയിരിക്കും കൊടുക്കുന്നത്, പ്രൊജസ്ട്രോൺ. അതുപോലെ തന്നെ NSAIDs, നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കൊടുക്കും. അതുപോലെ തന്നെ ട്രെനാക്സാമിക് ആസിഡ്. എന്തിനായിരിക്കും? ആ ബ്ലീഡിംഗ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. അടുത്താണ് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിനകത്ത് വരുന്നതാണ് പോളിമെനോറിയ. എന്താണ് പോളിമെനോറിയ? അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സൈക്ലിക് ബ്ലീഡിംഗ് വെയർ എ സൈക്കിൾ ഈസ് റെഡ്യൂസ് ടു ആർബിട്രറി ലിമിറ്റ് ഓഫ് ലെസ് ദാൻ 21 days ആൻഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് ഫ്രീക്വൻസി. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലീഡിങ്ങിൻ്റെ സൈക്കിൾ എന്തായിരിക്കും? ഒരു 21 ദിവസത്തിനേക്കാളും കുറഞ്ഞു വരും, പക്ഷേ ഫ്രീക്വൻസി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. 21 ദിവസത്തിനേക്കാളും കുറഞ്ഞു വരുന്ന ആ സൈക്കിളിനെയാണ് പോളിമെനോറിയ എന്ന് പറയുന്നത്. ഇഫ് ദ ഫ്രീക്വൻറ്റ് സൈക്കിൾ ഈസ് അസോസിയേറ്റ് പ്രൊലോങ്ഡ് ബ്ലീഡിങ്, ഇറ്റ് ഈസ് കോൾഡ് എപ്പിമെനോർജിയ എന്ന് പറയുന്നത്.
അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞാൽ ഡിസ്ഫങ്ഷണൽ കോസസ്, ഹൈപ്പർ സ്റ്റിമുലേഷൻ ഓഫ് ദ ഓവറി ബൈ പിറ്റ്യൂട്ടറി ഹോർമോൺ. പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ പരമായിട്ട് നമ്മുടെ ഓവറി എന്തായിരിക്കും ഹൈപ്പർ സ്റ്റിമുലേറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് 21 ദിവസത്തിന് മുമ്പ് എന്തായിരിക്കും പീരീഡ്സ് ആവുന്നത്. ദെൻ ഓവർ ഹൈപ്പറീമിയ. അടുത്ത അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണ് മെറ്റോറെജിയ എന്ന് പറയുന്നത്. മെട്രോജിയ ഇറ്റ് ഈസ് എ ഇറഗുലർ സൈക്ലിക് ബ്ലീഡിംഗ് ഫ്രം ദ യൂട്രസ്. ഇറഗുലർ ആയിട്ടുള്ള സൈക്ലിക് ബ്ലീഡിംഗ് ആയിരിക്കും എന്ത് മെട്രോജിയ എന്ന് പറയുന്നത്. മെനോമെട്രോജിയ ഈസ് വെൻ ബ്ലീഡിംഗ് ഈസ് ഇറഗുലർ ആൻഡ് എക്സസീവ് ദാറ്റ് മെൻസസ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് അറ്റ് ഓൾ. മെനോമെട്രോജി എന്ന് പറയുന്നതായിരിക്കും ബ്ലീഡിങ് ഇറഗുലർ ആയിരിക്കും, അതുപോലെ തന്നെ എക്സസീവ് ആയിരിക്കും. നമുക്ക് മനസ്സിലാവത്തില്ല ഏതാണ് മെനോറജി ആണോ മെട്രോജി ആണോ, നമുക്ക് എന്താ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ മെനോമെട്രോജിയ എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞാൽ സെർവിക്സിൻ്റെ ക്യാൻസർ, അല്ലെങ്കിൽ മ്യൂക്കോസ് പോളിപ്പ് ഓഫ് സെർവിക്സ്, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടോ സെർവിക്കൽ എൻഡോമെട്രിയോസിസ് കൊണ്ടോ അല്ലെ ഡിസ്റ്റർബ് യൂട്രൈൻ ബ്ലീഡിങ് കൊണ്ടൊക്കെ ആയിരിക്കും ഇത് ഈ മെനോമെട്രോജി അല്ലെ മെട്രോജി വരാനുള്ള കോസസ് എന്ന് പറയുന്നത്. അടുത്താണ് ഒളിഗോമെനോറിയ. ഒളിഗോമെനോറിയ മീൻസ് മെൻസ്ട്രൽ ബ്ലീഡിങ് ഒക്കേഴ്സ് മോർ ദാൻ 35 ഡേയ്സ്. 35 ദിവസത്തിൽ കൂടുതൽ വരുന്നതിനെയാണ് എന്ത് മെൻസ്ട്രൽ ബ്ലീഡിങ് ഒക്കേഴ്സ് മോർ ദാൻ 35 ഡേയ്സ്. ഇനി ഹൈപ്പോമെനോറിയ. മെൻസ്ട്രൽ ബ്ലീഡിങ് ഈസ് യൂഷ്വലി സ്കാൻഡി ആൻഡ് ലാസ്റ്റ് മോർ ദാൻ 2 ഡേയ്സ്. 2 ദിവസത്തെ കുറവുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പോമെനോറിയ എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് എന്ന് പറയുന്നത് TB അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് പിൽ അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ കൊണ്ടായിരിക്കും എന്ത് ഈ ഹൈപ്പോമെനോറിയ വരുന്നത്.